ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന 4x4 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന റീചാർജബിൾ RC കാർ അല്ലെങ്കിൽ ട്രക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു ബേസാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോയിലാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചതിൻ്റെ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയേക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ചാർജിങ് മൊഡ്യൂൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ഒരു ബേസിൽ 4 ഗിയർ മോട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ്, റിവേഴ്സ് ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിക്കാൻ വളരെ എളുപ്പമാണ്. സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള റിമോട്ട് കൺട്രോളുകളുടെ കാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും പാട് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം അത് ഉണ്ടാക്കിയെടുക്കാനാണ്. എങ്കിൽ നമ്മളിതിവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്ന്. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് 2 ഗിയർ മോട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസത്തെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടാം പാർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റിമോട്ട് കൺട്രോൾ. അതുപോലെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ഓടിച്ച് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതി ചെയ്തെടുക്കുന്ന സമയത്ത് സാധാരണ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ റിമോട്ട് കൺട്രോളിൻ്റെ ബട്ടൺസിൻ്റെ ഒക്കെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ഗിയർ മോട്ടർ ഉപയോഗിച്ചുള്ള RC കാറായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാത്രമായിരുന്നു ഓടുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് ഒന്നും തിരിക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ രീതിയിലായിരുന്നു നമ്മളൊന്ന് ഉണ്ടാക്കിയത്. അന്ന് നമ്മളിതുപോലെ വട്ടം ഒരു കമ്പി ആക്കിയിട്ടായിരുന്നു ഫ്രണ്ടിലെ 2 ടയറും സെറ്റ് ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 4x4 അതുപോലെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ ഇന്ന് നമ്മൾ റിമോട്ട് കൺട്രോളും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ ഈ റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇതുപോലെ നമ്മൾ പുറമേ ഇങ്ങനെ വെച്ചായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ RC കാറിൻ്റെ ആ ഒരു ഫ്രെയിമിൽ 2 ഗിയർ മോട്ടറും കൂടി വെച്ച് നോക്കിയായിരുന്നു. അപ്പം അതെല്ലാം നമ്മളിനി അടിച്ചെടുക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന വേറെ പുതിയ ഫ്രെയിമിലാണ്. ഇന്നും നമ്മൾ PVC ഷീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4x4 അതുപോലെ 360 ഡിഗ്രി തിരിയണമെങ്കിൽ നമുക്ക് 4 ഗിയർ മോട്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ ഗിയർ മോട്ടറിന് ആദ്യം നമ്മൾ 3 മേടിച്ച സമയത്ത് ഒരെണ്ണത്തിന് 80 രൂപ വെച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി. അന്ന് നമുക്ക് 70 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട എല്ലാം ഇൻഡി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അതിൽ നമ്മൾ ചെറിയ 2 പീസ് എല്ല് പോലെ വളച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് 5 mm 2 വൈറ്റ് കളർ LED ആണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതിൽ നമ്മൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ആദ്യമേ വരച്ചത് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് 4 ഗിയർ മോട്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ടയറും ഇന്ന് ഗിയർ മോട്ടറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ ഒട്ടിച്ചേക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്. അതുപോലെ നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ റിസീവർ ബോർഡ് കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ ഒരു ബോർഡിലെ ലെഫ്റ്റ് റൈറ്റ് അവിടെ ഗിയർ മോട്ടർ കണക്ട് ചെയ്യാനുള്ള അവിടെ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടേക്കുമായിരുന്നു. BAF അതായത് ബാക്കും ഫ്രണ്ടും ആ രീതിയിൽ മാത്രം ഓടുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തത്. ഇന്ന് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ LED നടിയാക്കുന്ന ഈ ഒരു പോയിന്റിന് എടുത്തേക്കുന്ന 2 വയർ. ഇതാണ് നമ്മൾ വീഡിയോയിൽ കുറച്ച് മുമ്പ് കാണിച്ച 2 വൈറ്റ് കളർ LED ബൾബിലേക്ക് കൊടുക്കാനുള്ളത്. ഇതാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ട റെഡും ബ്ലാക്കും. 3 വോൾട്ട് മുതൽ 9 വോൾട്ട് വരെ കൊടുക്കാം. ഞാനിവിടെ ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 3.7 വോൾട്ടിൻ്റെ റീചാർജബിൾ ആയിട്ടുള്ള. അതുപോലെ ആൻറ്റിനയും കണക്ട് ചെയ്തെങ്കിലാണ് കറക്റ്റായിട്ട് സിഗ്നലും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റിസീവർ ബോർഡിൽ ലെഫ്റ്റ് റൈറ്റ് അവിടെയും 2 വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾക്ക് ഗിയർ മോട്ടറിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ റിസീവർ ബോർഡും ചാർജിങ് മൊഡ്യൂളെല്ലാം നമ്മൾ ഈ ഒരു ഫ്രെയിമിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ് 3.7 വോൾട്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് മൊഡ്യൂളാണ് ഈ ഒരു സൈഡിലിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഗിയർ മോട്ടറിലേക്കുള്ള 2 വയർ നമ്മൾ അടിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് നമ്മൾ 2 വയർ, ബാക്ക് ഫ്രണ്ട് ആ 2 പോയിന്റിൽ നിന്ന് സോൾവ് ചെയ്ത 2 വയർ നമ്മൾ ഈ രീതിയിൽ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് രീതിയിലല്ല കണക്ട് ചെയ്യേണ്ടത്, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ ഹെഡ്ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മളിതിനകത്ത് അടിച്ച് മാറ്റി വെച്ച് ഒരു ബാറ്ററി കൂടി ഇതിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. 3.7 വോൾട്ടിൻ്റെ 2600 mAh ബാറ്ററിയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇതും ഗ്ലൂ ഗൺ തന്നെ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ RC കാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു ബാറ്ററിയുടെ പ്ലസും മൈനസും BMS ബോർഡിലെ അല്ലെങ്കിൽ ചാർജിങ് മൊഡ്യൂളിലെ
B+B- കണക്ട് ചെയ്യുന്നു. ചാർജിങ് മൊഡ്യൂളിലെ ഔട്ട് മൈനസ് അത് നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. ചാർജിങ് മൊഡ്യൂളിലെ ഔട്ട് പ്ലസ് അത് നേരെ സ്വിച്ചിൻ്റെ ഒരു കാലിലേക്കും സ്വിച്ചിൻ്റെ മറ്റേ കാലിൽ നിന്നും റിസീവർ ബോർഡിൻ്റെ റെഡ് വയറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ അതേ കണക്ഷനും കാര്യങ്ങളും തന്നെയാണ്, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടാൽ മതി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് LED ബൾബ് പിടിപ്പിച്ചിട്ടുണ്ട്. വൈറ്റ് കളറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് LED നമുക്ക് ഒരുമിച്ച് ഒറ്റ കണക്ഷനായിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് LED നമ്മുടെ റിസീവർ ബോർഡിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന LED എന്ന് എഴുതിയേക്കുന്ന 2 പോയിന്റിൽ നിന്ന് വയർ നമുക്ക് ഈ ഒരു LED കണക്ട് ചെയ്താൽ മതി. നമ്മുടെ റിസീവർ ഓൺ ആകുന്ന സമയത്ത് ഫുള്ളായിട്ടും ഈ ഒരു LED രണ്ടും തെളിഞ്ഞിരിക്കുന്ന രീതിയിലാണ്. അതുപോലെ ഇങ്ങനെയുള്ള 5mm വൈറ്റ് കളർ LED മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളും കിട്ടും. അങ്ങനെ നമ്മൾ റിസീവർ ബോഡിയിൽ നിന്ന് വരുന്ന 2 വയറും LED കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലൈറ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്ക് റിവേഴ്സ് LED ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് കണക്ഷൻ കൊടുക്കാനുള്ളത് ഗിയർ മോട്ടറിലേക്കാണ്. അതുപോലെ ഒരു റിവേഴ്സ് LED ലൈറ്റ് കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശം ഈ രീതിയിലാണ്. ഓരോ ടയറിനും ഓരോ ഗിയർ മോട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ഗിയർ മോട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ 4x4 ആയിട്ടെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് 2 ഗിയർ മോട്ടർ ഒരു സെറ്റായിട്ട് മാറ്റും. അതായത് ഈ 2 ഗിയർ മോട്ടറിനെയും നമ്മൾ വയറിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഈ ഒരു ഗിയർ മോട്ടറിൽ റിസീവറിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്യുന്നുണ്ട്. അതേ തന്നെ സെയിം 2 കണക്ഷൻ കൂടി നമ്മൾ ഈ ഒരു ഗിയർ മോട്ടറിലും കൂടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ മിനി മോട്ടറിലേക്ക് ഇങ്ങനെ വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തിരിഞ്ഞാണ് കറങ്ങുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. ഒരു സൈഡ് വരുന്ന 2 ടയറും ഒരേ രീതിയിൽ ഒരേ സൈഡിലേക്ക് കറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ എതിർ സൈഡിലെ ഗിയർ മോട്ടറും ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഈ 2 ടയറും ഒരേ സൈഡിലേക്ക് തന്നെയാണ് കറങ്ങുന്നത്. അടുത്തായി നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഗിയർ മോട്ടറും അതേപോലെ തന്നെ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ ഈ ഒരു സൈഡിലെ ഗിയർ മോട്ടറിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന റിസീവറിൽ നിന്ന് വരുന്ന ബാക്ക് ഫ്രണ്ട് അവിടെ നിന്ന് എടുത്തേക്കുന്ന വയറാണ്. ബാക്ക് ഫ്രണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഇതിൻ്റെ വയർ അപ്പുറത്തെ ഗിയർ മോട്ടറിലോ ഇപ്പുറത്തെ ഗിയർ മോട്ടറിലോ കൊടുത്താലും കുഴപ്പമില്ല. ഒരു സൈഡിൽ വരുന്ന 2 ഗിയർ മോട്ടറും ഈ രീതിയിൽ ജോയിൻ ചെയ്യണമെന്ന് മാത്രമേ. അതുപോലെ ഒരു സൈഡ് വരുന്ന 2 ടയറും ഒരേ രീതിയിൽ കറങ്ങുന്ന രീതിയിലും വയർ കൊടുക്കുക മോട്ടറിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഗിയർ മോട്ടറിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റിവേഴ്സ് LED കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് LED കണക്ട് ചെയ്യേണ്ടത് റിസീവർ ബോർഡിലെ ബാക്ക് ഫ്രണ്ട് ആ 2 പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന വയർ കണക്ട് ചെയ്തേക്കുന്ന ഗിയർ മോട്ടറിൻ്റെ ആ ഒരു സൈഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. റിമോട്ട് കൺട്രോളിൽ റിവേഴ്സ് ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് സൈഡിലെ ടയറാണ് കറങ്ങുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടയറിൽ LED കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ റിവേഴ്സ് LED നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റെഡ് കളർ LED ആണ്. LED നെഗറ്റീവ് ലെഗിൽ 1K റെസിസ്റ്റർ ഓർണം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോസിറ്റീവ് ലെഗിൽ 1 ആംപിയറിൻ്റെ ഡയോഡ് ഓർണം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ LED ഡയോഡ് കൊടുക്കുമ്പോൾ ഡയോഡിൻ്റെ ഒരു സൈഡിൽ വട്ടത്തിൽ ചെറിയ റിങ് പോലൊരു വെളുത്ത വര ഉണ്ടാവും. അപ്പോൾ ആ ഒരു സൈഡിൽ വരുന്ന ലെഗാണ് LED കണക്ട് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു LED ഗിയർ മോട്ടറിൻ്റെ 2 ലെഗിലേക്കും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് LED ഇൻഡിക്കേറ്റർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കാം. അപ്പോൾ റിമോട്ട് കൺട്രോൾ നമുക്ക് 2 രീതിയിൽ ചേർക്കാം. ഒന്ന് നമുക്ക് ഇതുപോലത്തെ AA ബാറ്ററി 2 ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കേസ് കൂടി മേടിച്ചാൽ മതി. ഈ ഒരു കേസിന് 20 രൂപ. അപ്പോൾ റിമോട്ട് കൺട്രോളിന് സാധാരണ ഇതുപോലത്തെ ബാറ്ററി ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള റിമോട്ട് കൺട്രോളാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലിഥിയം ബാറ്ററിയും അതുപോലത്തെ ചാർജിങ് മൊഡ്യൂളും വേണ്ടി വരും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് AA ബാറ്ററി ഉപയോഗിച്ചുള്ള റിമോട്ട് കൺട്രോളാണ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഓർണം വേണം. അപ്പോൾ ഇതുപോലത്തെ ഓൺ ഓഫ് സ്വിച്ചിന് ചെറുതിന് 10 രൂപയുള്ളൂ. പിന്നെ നമുക്ക് ഈ റിമോട്ട് കൺട്രോളിന് ഒരു പവർ ഇൻഡിക്കേറ്റർ കൊടുക്കാം. അതിനായിട്ട് 1K റെസിസ്റ്ററും ചെറിയൊരു LED. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 3mm LED 1K റെസിസ്റ്ററുമാണ്. പിന്നെ വേണ്ടത് ചെറിയ നെട്ടും ബോൾട്ടും അതുപോലെ 4 പുഷ് ഓൺ സ്വിച്ചുമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു നെട്ടും ബോൾട്ടും നമ്മുടെ എയറിലും റിമോട്ട് കൺട്രോളിലെ ആ ഒരു വയറും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി വേണ്ടത് റിവൺ വയറാണ്. അടുത്തതായി വേണ്ടത് ഈ കാണുന്ന പോലത്തെ ഒരു പ്ലെയിൻ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ 4x4 ഈ ഒരു പ്ലെയിൻ ബോക്സിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇലക്ട്രിക് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെയുള്ള ബോക്സ് നമുക്ക് 4x4 6x4 പല അളവിലുള്ള മേടിക്കാൻ കിട്ടും. അതുപോലെ നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മൾ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലുമാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ സൈഡിൽ ബാറ്ററി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ഊരി മാറ്റാനും എളുപ്പമുണ്ട്. അതുപോലെ ഈ ഒരു ബോക്സിന് 30 താഴെ എന്തോണം ആയിട്ടുള്ളൂ. 30 25 എന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്ത് സ്വിച്ചുകളൊക്കെ പിടിപ്പിക്കാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണോ അതേ രീതി ചെയ്യാം. ഇനി ഇവിടെ മാർക്ക് ചെയ്ത് ഈ പോയിന്റുകളെല്ലാം ഹോൾ ഇട്ടെടുക്കാൻ പോവുകയാണ്. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനിലേലും ഹോൾ ഇട്ടെടുക്കാൻ എളുപ്പമാണ്.
പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ബോക്സാണ് മേടിക്കുന്നതെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ കത്തിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഹോൾ വലുതാക്കി എടുക്കുക എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഹോളും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇട്ടു. ഇനി നമുക്ക് ഈ സ്വിച്ചുകളെല്ലാം ഇതിനകത്ത് നിന്ന് പിടിപ്പിക്കാം. അപ്പോൾ സ്വിച്ചുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഈ രീതിയിൽ അകത്തേക്ക് എടുത്തിട്ടുണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞ് അതുപോലെ അടിഭാഗത്ത് നിന്ന് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ നെട്ടും ബോൾട്ടോട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് റിമോട്ട് കൺട്രോൾ ബോർഡ്. 3 വയറുകളാണ്, വൈറ്റ് ആൻറ്റിന, റെഡും ബ്ലാക്കുമാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ ബോർഡിൽ ആൻറ്റിനയും പവർ സപ്ലൈയും കണക്ട് ചെയ്താൽ ഈ റിമോട്ട് കൺട്രോൾ ബോർഡ് വർക്ക് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ആ ഒരു പ്ലെയിൻ ബോൺസിൻ്റെ പുറമേ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതേ രീതി തന്നെ പ്രസ് ചെയ്ത് വർക്ക് ചെയ്യിച്ചാൽ മതി. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ബോൺസിലാണ്. ഈ ഒരു ബോർഡിലെ നിലവിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ബൈപ്പാസ് ചെയ്ത്, അതായത് ഇതിൻ്റെ ഈ ഒരു സെയിം പോയിന്റിൽ നിന്ന് തന്നെ വയർ സോൾവ് ചെയ്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വയർ സോൾവ് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്വിച്ച് വെക്കാനായിട്ട് ഈ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 3 വയർ ഇട്ടാൽ മതി. ഈ നടുക്ക് പൊങ്ങിയിരിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ അടിയിൽ നിന്നൊരു വയർ, അത് കോമൺ ആണ്. അതുപോലെ ഇത് ലെഫ്റ്റിൻ്റെയും മറ്റേത് റൈറ്റിൻ്റെയാണ്. ഇനി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വയർ സോൾവ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക്, ഇവിടെയും അതേ സെറ്റപ്പ് തന്നെയാണ്. ഇതിൻ്റെയും നമുക്ക് അടിയുന്ന അതുപോലെ വയർ സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പം ബോർഡിൽ നിന്ന് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെറിയ റിബൺ വയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റിമോട്ട് കൺട്രോൾ ബോർഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഈ മേളിൽ കാണുന്ന ഈ ഒരു പോയിന്റ് ഇത് സോൾവ് ചെയ്തെടുക്കുന്ന അതേ സെയിം പോയിന്റിൽ നിന്ന് തന്നെ ബാക്ക് ചെയ്യുന്ന വയർ എക്സ്റ്റേണലായിട്ട് സോൾവ് ചെയ്തെടുത്താൽ മതി. വീഡിയോയിലൂടെ കാണുമ്പം എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് 3 വയർ സോൾവ് ചെയ്താൽ മതി. ഞാനിവിടെ സെപ്പറേറ്റ് എല്ലാത്തിനും സെപ്പറേറ്റ് വയർ ഉപയോഗിക്കുന്നുണ്ട്. ലെഫ്റ്റിൻ്റെ സ്വിച്ചിലേക്ക് 2 വയർ, റൈറ്റിൻ്റെ സ്വിച്ചിലേക്ക് 2 വയർ. ഇങ്ങനെ എക്സ്റ്റേണൽ വേറെ സ്വിച്ചിലേക്ക് വയർ സോൾവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് റൈറ്റിൻ്റെ വയർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ബാക്ക് അതും ഇതുപോലെ തന്നെ സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ഇതൊക്കെ. നമുക്ക് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യണം ഈ ഒരു വയറിൻ്റെ 2 എൻഡ് ഭാഗം. ഈ 2 വയർ നമുക്ക് ഓരോ 2 സ്വിച്ചുകളിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പം വയറെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തെടുത്താൽ ഈ ഒരു വയർ കറക്റ്റായിട്ട് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഇതെല്ലാം നോക്കി കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ സ്വിച്ചുകളിലേക്കുള്ള കണക്ഷനെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ റിമോട്ട് കൺട്രോളിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള 2 വയർ, റെഡും ബ്ലാക്കും. അത് നമ്മൾ ഈ റിമോട്ട് കൺട്രോളിൽ വെച്ചേക്കുന്ന ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു കാലിലാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഈ ഒരു വയർ കണക്ട് ചെയ്ത ഒരു സെയിം കാലിൽ തന്നെയാണ് LED ബൾബിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി കേസ് ബോക്സിന് പുറമെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 വയർ നമുക്ക് അകത്തേക്ക് എടുക്കാൻ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബാറ്ററി കേസ് ഈ ഒരു ബോക്സിലേക്ക് പിടിപ്പിക്കാനുള്ള ഹോളും കാര്യങ്ങളും ഈ ഒരു ബാറ്ററി കേസിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ നെട്ടും ബോൾട്ടോട് ടൈറ്റ് ചെയ്താൽ അടുത്തായിട്ട് ബാറ്ററിയിൽ നിന്നും വരുന്ന ഈ ഒരു പോസിറ്റീവ് റെഡ് വയർ അത് നമ്മൾ സ്വിച്ചിൻ്റെ 2ാമത്തെ കാലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ റിമോട്ട് കൺട്രോൾ ഓണും ഓഫും ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവും റിമോട്ട് കൺട്രോളിൻ്റെ നെഗറ്റീവും ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജോയിൻറ്റ് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ 1K റെസിസ്റ്റർ ഒരെണ്ണം LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു LED ബാറ്ററി എന്നുള്ള നെഗറ്റീവ് നേരിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ LED ഓവർ ബ്രൈറ്റ് ആയിട്ട് തെളിയും. അപ്പോൾ അങ്ങനെ LED ഓവർ ബ്രൈറ്റ് ആയിട്ട് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1K റെസിസ്റ്റർ ഈ രീതിയിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ഒരു ബോർഡിലെ ആൻറ്റിനയുടെ വയർ ഈ ഏരിയയിലേക്ക് നെറ്റും ബോൾട്ടോട്ട് ടൈറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബോർഡ് ബോൺസിൽ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിമോട്ട് കൺട്രോളിലെ പണിയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റിമോട്ട് കൺട്രോളിൻ്റെ ബട്ടൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ടോപ്പിലാണ് ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററി സൈഡിലാണ്. ഈ ഒരു റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യാൻ 2 AA ബാറ്ററിയാണ് വേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഓരോ സ്വിച്ചുകളും എന്തിൻ്റെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ 4 സ്വിച്ചുകളിൽ 2 സ്വിച്ച് ഒരു സെറ്റായിട്ട് കരുതുക. അപ്പോൾ ഈ ഒരു സെറ്റിലെ 2 സ്വിച്ചുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന വണ്ടിയിലെ ഒരു സൈഡിലെ 2 ഗിയർ മോട്ടറിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കറക്കാനാണ് ഈ 2 സൈഡിലെ സ്വിച്ച് ഉപയോഗിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലെ 2 സ്വിച്ചിൻ്റെയും പ്രവർത്തനം. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ലൈവായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ 2 LED തെളിഞ്ഞേക്കണം, അത് ഫ്രണ്ടാണ് വണ്ടിയുടെ. അപ്പോൾ നമ്മൾ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ചിൽ മാത്രം പ്രസ് ചെയ്താൽ വണ്ടി ഈ ഒരു കോർണറിലേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അടിയിൽ ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ 4 സ്വിച്ചുകളും നിൽക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെറിയ രീതിയിൽ റൗണ്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുമ്പോട്ടും പുറകോട്ടും ഓടിക്കാനായിട്ട് മുമ്പോട്ട് ഓടിക്കാനാണെങ്കിൽ മുകളിൽ 2 സ്വിച്ച് ഒരുമിച്ച് നിൽക്കുക. പിറകോട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ അടിയിലത്തെ 2 സ്വിച്ചും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 4 ഗിയർ മോട്ടറും ഒരേ സൈഡിലേക്ക് വർക്ക് അങ്ങനെയാണ് 4x4 ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഈ വണ്ടി ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ റിമോട്ട് കൺട്രോളിലെ 2 സൈഡിലെ ബട്ടൺ ഈ രീതിയിൽ കോണായിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 360 ആയിട്ട് വണ്ടി റൊട്ടേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം.
പണ്ടൊക്കെ നമുക്കിങ്ങനെയുള്ള റിമോട്ട് കാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതിനുള്ള ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 4 ഗിയർ മോട്ടോർ ഉപയോഗിച്ച് ഈ രീതിയിൽ കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലാ സൈഡിലേക്കും നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇത്ര എളുപ്പത്തിൽ വേറെ ഉണ്ടാക്കിയെടുക്കാൻ വേറെ ഒരു മാർഗ്ഗം തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ടോയ് കാർ അതിന് ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന പാർട്സുകൾ ഏത് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ ഇത്രയും ഫങ്ഷൻസ് ഉള്ള RC കാറൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല റേറ്റാണ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ തന്നെ നല്ല കിടിലം ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ആ ഒരു RC കാറിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട്. അതുപോലെ ഗിയർ മോട്ടോർ, ടയർ, ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ബോർഡ് ഇതെല്ലാം ഓൺലൈനായിട്ട് മേടിക്കാനുള്ള ലിങ്കും കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.